إن الحمد لله حمدا طيبا كثيرا مباركا فيه غافر الذنب قابل التوب سريع الحساب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم هذا بيان للناس وهدى وموعظة للمتقين ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين. സ്നേഹധന്യരായ സഹോദരന്മാരെ സഹോദരികളെ, പ്രമുഖാരണ്യകന്റെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും യഥാവിധി ജീവിതത്തിൽ പകർത്തി ഇഹപര വിജയങ്ങൾ കരഗതമാക്കുന്ന ഉത്തമ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവൻ്റെ യഥാർത്ഥ മുത്തഖികളും മുവഹിദുകളുമായി അവനെ കണ്ടുമുട്ടാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ശവ്വാൽ മാസം സാധാരണ പെരുന്നാളിൻ്റെ മാസമായിട്ടാണ് സാധാരണക്കാർ പറയാറുള്ളത്. എന്നാൽ ശവ്വാൽ മാസം ഹജ്ജിൻ്റെ മാസങ്ങളായി എണ്ണിയ കൂട്ടത്തിലെ ഒന്നാമത്തെ മാസമാണ്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള മാസം കൂടിയാണ് യഥാർത്ഥത്തിൽ ശവ്വാൽ എന്നുള്ളത്. വിശ്വാസികളും
സത്യനിഷേധികളും പരസ്പരം പോരാടിയ, ഏറ്റുമുട്ടിയ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിന് സാക്ഷിയായതായ മാസം. ഉഹദ് യുദ്ധം ഒരുപാട് തവണ പറഞ്ഞു കേട്ടവരും വായിച്ചറിഞ്ഞവരുമാവും നാം ഓരോരുത്തരും ആ യുദ്ധത്തെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, അതിൻ്റെ പര്യവസാനത്തെക്കുറിച്ച്, അതിലെ പരീക്ഷണങ്ങളെക്കുറിച്ച്, അതിലെ പാഠങ്ങളെക്കുറിച്ച്. ഉഹദ് ചരിത്രത്തിൽ ഇടം നേടുകയാണ് അതിലൂടെ. ഉഹദിന്റെ താഴ്വാരത്ത് നടന്ന യുദ്ധമായതുകൊണ്ട് അതിന് ഉഹദ് യുദ്ധം എന്ന് പേര് ലഭിക്കുകയായിരുന്നു. മദീന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായി ഉഹദ് മാറുന്നതാണ് നാം പിന്നീട് കാണുന്നതും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ സന്ദർഭത്തിൽ മദീനക്ക് സമീപമെത്താനായപ്പോൾ ഉഹദ് പർവ്വതം അദ്ദേഹത്തിന്റെ മുൻപിൽ ദൃശ്യമാകാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉഹദ് പർവ്വതത്തെ നോക്കിക്കൊണ്ട് സഹാബികളോട് പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ, ഈ പർവ്വതം അത് നമ്മെ സ്നേഹിക്കുന്നു. ഇമാം മുസ്ലിമിന്റെ ലഫ്ദിലുള്ളത് ഇന്ന ഉഹദൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, തീർച്ചയായും ഉഹദ് എന്ന പർവ്വതം അത് നമ്മെ ഏറെ സ്നേഹിക്കുന്നുണ്ട്, നാമും അതിനെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്നേഹിച്ച, അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ച ഒരു വേള ഒരു ബഹുവചന രൂപമായി കൊണ്ടും ഹദീസിൽ വന്നിട്ടുള്ളത് കൊണ്ട് മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്ന, മുസ്ലിമീങ്ങൾ സ്നേഹിക്കേണ്ട, ഇഷ്ടപ്പെടേണ്ട ഒരു പർവ്വതമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ്. അതിന്റെ സ്നേഹപ്രകടനത്തെക്കുറിച്ച് പല ചർച്ചകളും ഉണ്ടാവാം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ സ്നേഹിച്ച ഒരുപാട് മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളും അചേതന വസ്തുക്കളും ഉണ്ടായിട്ടുണ്ട്. മദീനയിലെ ഒരു മരത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് നമ്മൾ കേട്ടതാ. എനിക്ക് സലാം ചൊല്ലുന്ന ഒരു മരം, എനിക്കതിനെ അറിയാമെന്ന്, ഇപ്പോഴും അറിയാമെന്ന് പ്രവാചകൻ പറയുന്നത്. പ്രവാചകൻ ഖുതുബ നിർവഹിക്കുവാനായി ഉപയോഗിച്ചിരുന്ന ആദ്യകാല മിമ്പർ, കരയുന്നതായ ഭാഗം പ്രവാചകൻ അതിനെ മാറ്റി പുതിയതൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ അത് കരയുന്ന രംഗം ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്.
തീർച്ചയായും ജീവനില്ലാത്ത അചേതന വസ്തുവായ ഒരു പർവ്വതം പടച്ച തമ്പുരാൻ അതിലിട്ട് കൊടുത്തിരിക്കുന്ന പ്രവാചകനോടുള്ള സ്നേഹം, അത് കാരണത്താലാണ് ഒരിക്കൽ പ്രവാചകനും പ്രവാചകന്റെ 3 അനുയായികളും കൂടെ ഉഹുദ് മല കയറുന്ന സന്ദർഭം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قال صعد النبي صلى الله عليه وسلم إلى أحد ومعه أبو بكر وعمر وعثمان. പ്രവാചകനും അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും ഒരുമിച്ച് ഉഹുദ് മല കയറുന്നു. ഫറജഫ ബിഹിം. അവർ ഉഹുദ് മലയുടെ മുകളിലെത്തിയപ്പോ ഉഹുദ് മല വിറകൊള്ളാൻ തുടങ്ങി. ഫളറബഹു ബിരിജ്ലിഹി. വറക്കാൻ തുടങ്ങിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാലുകൊണ്ട് ഉഹുദ് മലയെ ഒന്ന് ചവിട്ടി. ഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു, ഉസ്ബുത് ഉഹദ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഉസ്കുൻ. ഉഹുദേ അടങ്ങുക, ഉഹുദേ നീ സ്ഥായിയായി നിൽക്കുക. ഫമാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖുൻ ഫമാ അലൈക ഇല്ലാ നബിയ്യുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദാൻ. നിന്റെ മീതെയുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകനും സിദ്ദീഖും 2 ഷഹീദുകളുമാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉഹുദ് മലയെ ചവിട്ടുമ്പോ വതഅ അംറഹു ഫസകന വതബത. ഉഹുദ് മല നിശ്ചലമായി നിൽക്കുന്നു എന്ന് നമുക്ക് വായിക്കാം. പ്രവാചകന്റെ പാദസ്പർശമേറ്റപ്പോ പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് ഇളകിപ്പോയതാണ് ഉഹുദ് പർവ്വതം എന്നുള്ളതാണ് മുഹദ്ദിസുകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ പർവ്വതങ്ങൾക്കും പാറക്കെട്ടുകൾക്കും ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു വയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ് എന്നതുപോലെ പ്രവാചകനോടുള്ളതായ സ്നേഹം കൊണ്ട് ഇളകാൻ തുടങ്ങിയതായ ഉഹുദ് മലയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കി നിർത്തുന്നു. അചേതന ഭൂമിയായ പർവ്വതം പ്രവാചകന്റെ വാക്ക് കേട്ടപ്പോ അടങ്ങി നിന്നതായി ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം പ്രവാചകൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞതായിരുന്നില്ല, ആ സന്ദർഭത്തിൽ പറഞ്ഞതിൽ പോലും മുഅ്ജിസത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നിന്റെ മീതെയുള്ള ഒരു പ്രവാചകനും സിദ്ദീഖും 2 ഷഹീദുകളുമാണ് എന്നാ റസൂൽ പറഞ്ഞത്. ഉമർ റളിയല്ലാഹുവിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് 2 ഷഹീദുകളെന്ന്. ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് രക്തസാക്ഷികളായി തീർന്ന 2ഉം 3ഉം ഖലീഫമാരായിരുന്നു അവർ 2 പേരും. അബൂബക്കർ സിദ്ദീഖ് സാധാരണ രീതിയിലുള്ള മരണവുമായിരുന്നു. അതാണ് ഉഹുദ് മല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുകളിൽ കയറിയപ്പോ അത് വിറകൊണ്ടിട്ടുണ്ട് എങ്കിൽ, ഇളകിയിട്ടുണ്ട് എങ്കിൽ, അത് പ്രവാചകൻ സ്നേഹിച്ച വിശ്വാസികൾ സ്നേഹിക്കേണ്ടതായ ഒരു പർവ്വതമായി കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തി തരികയാണ്. പ്രവാചകന്റെ ഒരുപാട് വചനങ്ങളിൽ ഉപമകളായിക്കൊണ്ടൊക്കെ ഉഹുദ് പർവ്വതത്തെ ഉപയോഗിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ജനാസ നമസ്കാരത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവർക്ക് 2 ഖിറാത്തുകൾ ഉണ്ടായിരിക്കുമെന്നാണ്. എന്നിട്ട് റസൂൽ വിശദീകരിച്ചു, അൽ ഖിറാത്തു മിത്ല ജബലി ഉഹദ്. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം വരും എന്ന്. വേറെ ഒരു ഹദീസിൽ ഉഹുദ് മലയോളം കർമ്മങ്ങളുമായി കൊണ്ട് പരലോകത്ത് വരുന്ന ചില ആളുകളുണ്ട് എന്ന് പരിചയപ്പെടുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളുടെ കർമ്മങ്ങളുടെ നിരർത്ഥകത സൂചിപ്പിക്കുന്നുണ്ട്.
അവിടെയും ഉഹുദ് പർവ്വതത്തെയാണ് ഉപമയായി കൊണ്ടുവച്ചത്. പ്രവാചകന്റെ സദസ്സിൽ ഒരിക്കൽ ഒരു ചെറിയ കാലുള്ള ഒരു മനുഷ്യൻ സദസ്സിൽ നിന്നും എണീറ്റ് പോയപ്പോ അയാളുടെ ആ കുഞ്ഞിക്കാല് നോക്കി സദസ്സിലുണ്ടായിരുന്നവർ പരിഹാസ്യ രൂപേണ കുഞ്ഞിക്കാലെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഇവിടെ അത് ചെറിയ കുഞ്ഞിക്കാലാവാം, പക്ഷേ അല്ലാഹുവിന്റെ മീസാനിൽ അത് ഉഹുദ് മലയെക്കാളും കനം തൂങ്ങുന്നതാണ് എന്ന് റസൂല് പറയുന്ന വചനം. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഉപമകളിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കൊണ്ട് എടുത്തു പറഞ്ഞതായ ഉഹുദ് മല. ആ ഉഹുദിന്റെ താഴ്വരയിലാണ് ഹിജറ 3-ാം വർഷം ശവ്വാൽ മാസത്തിന്റെ 7-നാണെന്നും 15-നാണെന്നും ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും ഉഹുദ് യുദ്ധം നടക്കുന്നത്. പശ്ചാത്തലം നമുക്കറിയാം. ബദർ യുദ്ധത്തിൽ ശക്തമായ പരാജയം ഏറ്റുവാങ്ങിയ ഖുറൈശികൾ ഒരു യുദ്ധസന്നാഹം ഒരുക്കുന്നതിനായി കൊണ്ട് അവർ സ്വരൂപിച്ചതായ പണം ഉപയോഗപ്പെടുത്തി അവർ നടത്തിയതായ ഇൻവെസ്റ്റ് ചെയ്തതായ ബിസിനസ് നല്ല ലാഭം കിട്ടിക്കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പണം അവർക്ക് യുദ്ധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കച്ചവട സംഘത്തെ സഹായിക്കാൻ വന്ന സഹായക സൈന്യവുമായി കൊണ്ടാണ് മുസ്ലിങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിൽ ഒരുപാട് സ്വന്തക്കാരും ബന്ധുക്കളും ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരായ മക്കക്കാരായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും അടങ്ങാത്ത പ്രതികാരം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അബൂ സുഫിയാനെ സമീപിക്കുകയാണ്. നമ്മൾ യുദ്ധത്തിന് വേണ്ടി സ്വരുക്കൂട്ടിയതായ സ്വത്തുണ്ടല്ലോ, പൈസ ഉണ്ടല്ലോ, ബദറിന് നമ്മൾ പ്രതികാരം ചെയ്തിട്ടുമില്ല, അതുകൊണ്ട് നമുക്ക് ശക്തമായി കൊണ്ട് തിരിച്ചടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവർ കൂടിയാലോചന നടത്തുകയും ആ വലിയ സംഖ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു പട നയിക്കാൻ അവർ തീരുമാനിക്കുകയും അതിനായിക്കൊണ്ടവർ ഒരുങ്ങി ഇറങ്ങുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒരുക്കത്തെ കുറിച്ച് സൂറത്ത് അൻഫാലിൽ പരിചയപ്പെടുത്തി. ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹ് ഫസയുൻഫിഖൂനഹാ ثم تكون عليهم حسرا ثم يغلبون والذين كفروا الى جهنم يحشرون. നിഷേധികളായ ആളുകൾ അവരുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും ആളുകളെ തടയിടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരത് ചിലവഴിക്കുകയും പിന്നീട് അവർക്ക് തന്നെ അത് ഖേദമായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അവർ തന്നെ പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. തീർച്ചയായും നിഷേധികൾ ജഹന്നമിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെ ആയിരിക്കും. അവരുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി അവര് സ്വരുക്കൂട്ടിയതായ സൈന്യവുമായി അവർ നടത്തിയതായ നീക്കങ്ങളും ഏറ്റുമുട്ടലുകളും അവർക്ക് തന്നെ വിനയായി തീർന്ന, അവർക്ക് തന്നെ നഷ്ടമായി തീരുന്ന അവസ്ഥയാണ് ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് അവരുടെ ഈ ചിലവഴിക്കലിനെ കുറിച്ച് പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തി. ഖുറൈശികളുടെ മുശ്രിക്കുകളുടെ ഈ നീക്കങ്ങളെ കുറിച്ചറിഞ്ഞതായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി കൊണ്ട് കൂടിയാലോചിച്ചു. ശവ്വാൽ 1-ന് പെരുന്നാളിന്റെ അന്ന് ആയിരുന്നു പ്രവാചകന് ഒരു യുദ്ധത്തിനായി ഖുറൈശികൾ പുറപ്പെട്ടതായി വിവരം ലഭിക്കുന്നത് എന്ന ആ പെരുന്നാൾ സൂനത്തിന്റെ അന്ന് തന്നെ വൈകുന്നേരം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഒരുമിച്ച് കൂട്ടി ചർച്ച നടത്തുന്നു. ശൂറയാണ്, എന്ത് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ആലോചിക്കുക, വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി കൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ, ഒരു യുദ്ധം കൺമുമ്പിൽ വന്നപ്പോ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് സ്വയം ഒരു തീരുമാനമെടുക്കാതെ, തന്റേതായ നിർദ്ദേശങ്ങൾ സഹാബികൾക്ക് മുന്നിൽ വെക്കാതെ തന്റെ സഹാബാക്രാമുകളെ മുഴുവനും വിളിച്ചുകൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള ചർച്ചയാണ് നടത്തുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്.
എനിക്ക് എത്ര വിവരമുണ്ടായിരുന്നാലും, ഞാൻ എത്ര തന്ത്രജ്ഞനായിരുന്നാലും, രാഷ്ട്രമീമാംസകളിൽ ഞാൻ എത്ര അറിവ് നേടിയവനായിരുന്നാലും, കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ തീരുമാനമെടുക്കുന്നതിന് മുൻപായിക്കൊണ്ട് ചർച്ചകൾ നടത്തണമെന്നുള്ളതാണ്. ചർച്ചകളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അഭിപ്രായം പ്രവാചകൻ പ്രകടിപ്പിച്ചു. അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഉംകുസു, നിങ്ങൾ മദീനയിൽ തന്നെ ഇരുന്നാൽ മതി. ഫൈൻ ദഖല അലൈനാ അൽ ഖൗമ ഫിൽ അസിഖത്തി ഖാതൽനാഹും വറമൂ മിൻ ഫൗഖിൽ ബുയൂത്ത്. നമുക്ക് മദീനക്ക് പുറത്തേക്ക് പോകണ്ട, മദീനയിൽ തന്നെ നമ്മൾ തങ്ങിയാൽ മതി. ശത്രുക്കൾ മദീനയിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ആ സമയം നമുക്കവരെ നേരിടാം. നമ്മുടെ വീടിന് മുകളിലും മറ്റും ഇരുന്നു കൊണ്ട് അവരെ നമുക്ക് കല്ലെറിയുകയും ചെയ്യാം, അല്ലെങ്കിൽ അവർക്കെതിരെ അമ്പെയ്യുകയും ചെയ്യാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അഭിപ്രായമായി കൊണ്ട് പറയുന്നു. സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു അഭിപ്രായം എന്നുള്ള നിലക്ക് സഹാബികൾ അത് അങ്ങനെ തന്നെ സ്വീകരിക്കണമായിരുന്നു. പക്ഷെ അവർക്കറിയാം ഇത് ഭൗതികമായ ഒന്നാണ്. അവർ ചോദിച്ചു പ്രവാചകനോട്, റസൂലേ, അങ്ങ് വഹീന്റെ അടിസ്ഥാനത്തിലാണോ സംസാരിക്കുന്നത്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണോ അങ്ങ് സംസാരിക്കുന്നത്? എങ്കിൽ ഞങ്ങൾക്കതിൽ വേറൊന്നും പറയാനില്ല. അതല്ല, അങ്ങൊരു യുദ്ധതന്ത്രം എന്നുള്ള നിലക്കാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട്. റസൂല് പറഞ്ഞു, ഞാൻ എന്റേതായിക്കൊണ്ട് പറഞ്ഞതാണ് ഈ വിഷയം. സഹാബികൾ പറഞ്ഞു, ബദറിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാതിരുന്ന, അവസരം കിട്ടിയിട്ടില്ലാതിരുന്ന ചെറുപ്പക്കാരായ, പ്രത്യേകിച്ച് അൻസാരി കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ഉഖ്റുജ് ബിനാ ഇലാ അദാഇനാ. റസൂലേ, ഞങ്ങളെയും കൊണ്ട് പുറത്തു പോയി ശത്രുവിനെ നേരിടണം. റസൂലേ, നമുക്ക് പുറത്തു പോയി ശത്രുവിനെ നേരിടണം. പ്രവാചകരെ, ലാ യറൗന അന്നാ ജബനൻ അൻഹും വലഅഫൻ. അവര് നമ്മളെ കുറിച്ച് ഭീരുക്കളാണ്, അവർ നമ്മളെ കുറിച്ച് നമ്മൾ ബലഹീനരാണ്, ലഈഫുകളാണ് എന്ന് വിചാരിക്കാൻ ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ഭൂരിഭാഗം ആളുകളും ആ അഭിപ്രായവുമായി മുന്നോട്ട് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്രാമുകൾ മുന്നോട്ട് വെച്ച അഭിപ്രായത്തെ സ്വീകരിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, മുനാഫിഖുകളുടെ നേതാവ്, അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അഖിം ബിൽ മദീന ലാ തഖ്റുജു ഇലൈഹിം. റസൂലേ, മദീനയിൽ തന്നെ നിന്നാ മതി, പുറത്തേക്ക് പോകേണ്ടതില്ല. നമ്മളെങ്ങാനും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിന്റെ കാരണമായി തീരുകയുള്ളൂ. അവരിങ്ങോട്ട് വരികയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ സർവശക്തിയും എടുത്തുകൊണ്ട് അവരെ അടിച്ച് അവരോട് എതിരിട്ട് നമുക്കവരെ തോൽപ്പിക്കാൻ പറ്റും. നമ്മുടെ വീടുകൾക്ക് മുകളിൽ നിന്നും അവർക്ക് നേരെ അമ്പെയ്തുകൊണ്ടും കല്ലെറിഞ്ഞുകൊണ്ടും നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ അതിൽ പങ്കെടുക്കാനും സാധിക്കും. അതുകൊണ്ട് നമുക്കൊരിക്കലും പുറത്തു പോകേണ്ട ആവശ്യമല്ല, നിങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ് ശരി എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്യുന്നതായി കൊണ്ട് അഭിനയിച്ചു. അല്ലേ? അവിടെ ചർച്ചകൾ ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും പ്രാക്ടിക്കലായ രീതിയിലുള്ള ഒരു തീരുമാനം എന്നുള്ള നിലക്ക് എടുക്കുന്നതായ ഒരു തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു നേതാവ് സ്വീകരിക്കേണ്ടതായ രീതി എന്ന് പ്രവാചകന്റെ ഈ വിഷയത്തിലുള്ള തീരുമാനം നമ്മളെ പഠിപ്പിക്കുക. ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് എന്റെ അഭിപ്രായത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ആൾക്കാരും കൂടി എന്റെ കൂടെ ഉണ്ട് എന്ന് തോന്നുമ്പോ പിന്നെ മറ്റുള്ള അഭിപ്രായങ്ങളൊന്നും ശരിയല്ല എന്നുള്ളൊരു രീതിയല്ല അല്ലാഹുവിന്റെ റസൂല് സ്വീകരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നമ്മള് പുറത്തു പോകണം എന്നുള്ള തീരുമാനമാണ് നമ്മൾ ഈ യോഗത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പുറത്തു പോവുക, ശത്രുവുമായി കൊണ്ട് ഏറ്റുമുട്ടുക എന്നതാണ് നമ്മുടെ തീരുമാനം. യോഗം അവസാനിച്ചു. യുദ്ധത്തിന് വേണ്ടിയുള്ള കോപ്പുകൾ ഒരുക്കാൻ തുടങ്ങുന്ന സന്ദർഭം. ഈ അഭിപ്രായം പറഞ്ഞവരായ ആൾക്കാർക്ക് മനസ്സിൽ ചെറിയൊരു പ്രയാസം, അല്ല
നമ്മളിപ്പോ റസൂല് പറഞ്ഞ അഭിപ്രായത്തിന് എതിർത്ത് പറഞ്ഞവരായോ, അള്ളാന്റെ റസൂലിന്റെ അഭിപ്രായത്തോട് നമ്മൾ വിയോജിച്ചവരായോ? അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് വീണ്ടും അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇസ്തക്റഹ്നാക വലം യകുൽ ലനാ ദാലിക് ഫഇൻ ശഅത ഫഖഉദ്. റസൂലേ, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ? നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയോ? നമുക്ക് മദീനയിൽ തന്നെ ഇരുന്നാ മതി. താങ്കളുടെ തീരുമാനം, താങ്കളുടെ അഭിപ്രായത്തോട് തന്നെയാണ് ഞങ്ങളും യോജിക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ ആവാം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ യംബഗി ലിനബിയ്യിൻ ഇദാ ലബിസ ലിഉമ്മതിഹി അൻ യലാഹ ഹത്താ യുഖാതിൽ. ഒരു പ്രവാചകനും ഒരു തീരുമാനമെടുത്ത് ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് യുദ്ധം ചെയ്യുക, അതിലൂടെ ഒരു തീരുമാനമാവുക എന്നതല്ലാതെ ആ തീരുമാനത്തിൽ നിന്നും പിന്നോക്കം പോകുന്നതായ ഒരു അവസ്ഥ ഒരിക്കലും ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി കൊണ്ട് തന്നെ സഹാബികൾക്ക് മറുപടിയായി കൊണ്ട് നൽകുകയും ചെയ്തു. അതോടുകൂടി ആ വിഷയത്തിലുള്ള തീരുമാനം ക്ലിയറായി. അവർ സൈന്യങ്ങളെ ഒരുക്കി യുദ്ധത്തിനായി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. ഇത് കണ്ടപ്പോ ആദ്യമേ യുദ്ധം വെറുപ്പായിരുന്ന, പ്രവാചകന്റെ അഭിപ്രായത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞു നിന്നിരുന്നതായ മുനാഫിക്കുകൾ അപ്പൊ തന്നെ അതിൽ നിന്നും പിന്മാറുകയും ചെയ്തു. പ്രവാചകന്റെ അഭിപ്രായം മദീനയിൽ തന്നെ നിൽക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ അഭിപ്രായത്തിനൊപ്പ, അല്ലെ? അവിടെ യോഗ തീരുമാനം, അതല്ലെങ്കിൽ ശൂറയിൽ നിന്നും ഉരുത്തിരിഞ്ഞതായ തീരുമാനം, അല്ലെ, അത് ഓരോരുത്തരുടെയും തീരുമാനമായി കൊണ്ടുവരണം. പിന്നെ അല്ലെ, ആ ശൂറയിലുള്ള തീരുമാനം അത് പിന്നെ എല്ലാവരുടെയും തീരുമാനമാണ്. അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരും വ്യത്യസ്തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചവരുമൊക്കെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആളുകളായി നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ മുനാഫിക്കുകളായ ആളുകളാണ് ആ രീതിയിലല്ലാതെ പ്രവാചകന്റെ തീരുമാനത്തോടൊപ്പമാണെന്ന് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർ മദീന വിട്ടു പോകാൻ, യുദ്ധത്തിന് പോകാൻ തയ്യാറാവാതെ മാറി നിന്നപ്പോ അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇത് ഹമ്മത്ത് ത്വായിഫതാനി മിൻകും അൻ തഫ്ശലാ വല്ലാഹു വലിയുഹുമാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അവർ രണ്ട് ടീമുകളായി തിരിഞ്ഞുകൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുവാനും അവരിലുള്ള ഐക്യം തകർക്കുവാനും അവരുടെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളയാനും ശ്രമിച്ചവരായ ആളുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു വലിയുഹുമാ, അല്ലാഹുവാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ യജമാനനായി രക്ഷാധികാരിയായിട്ടുള്ളത്. അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിൽ ബരമേൽപ്പിച്ചു കൊള്ളുക, അല്ലാഹുവിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭിന്നിച്ചു പോയവരായ, ആ മാറി നിന്നവരായ ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് തരിമ്പും വില കൊടുക്കാതെ പടച്ചതമ്പുരാനിൽ സർവ്വതും ബരമേൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാനായിരുന്നു പടച്ചതമ്പുരാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത്. പ്രവാചകരും അനുയായികളും ഇറങ്ങി തിരിച്ചു. 1000-ഓളം ആളുകളിൽ 300-ഓളം ആളുകൾ ഈ മുനാഫിഖ് നേതാവിന്റെ കൂടെ തിരിച്ചു പോന്നു. ബാക്കിയുള്ള 700-ഓളം അനുയായികളെയും കൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ നേരിടുന്നതിനായി കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അവര് മക്ക വിട്ട് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അവര് മദീനയുടെ ഏകദേശം അടുത്ത് എത്താനായിരുന്നു. അങ്ങനെ ഉഹദിന്റെ താഴ്വരയിൽ താവളമടിച്ചിട്ടുള്ള ശത്രുക്കളുടെ നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സൈന്യവുമായി കൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്നതായ രംഗം. സൈന്യങ്ങൾ അണിനിരത്തി പ്രവാചകൻ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ആ ജബലുർ റുമാത്ത് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഒരു ചെറിയ മല. ഒരു ഭാഗത്ത് ഉഹദ് മലയാണ്. ആ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾക്ക് യാതൊരു സാധ്യതയില്ല. കാരണം അതവർക്കൊരു മറയായി, ഒരു കോട്ടയായി അവർക്ക് പിന്നിലുണ്ട്. സൈന്യം നിൽക്കുന്നതിന്റെ
മറുഭാഗത്തായിക്കൊണ്ട് ഈ ജബലുർ റുമാത്തുമാണുള്ളത്. അതിന്റെ രണ്ടിന്റെയും ഇടയിലായിക്കൊണ്ടൊരൽപ്പം സ്ഥലം സമതലമായിക്കൊണ്ടുണ്ട്. പരിസരം വീക്ഷിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ അണിനിരത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അവരിൽ നിന്നും 50 ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളെ, അമ്പെയ്ത്ത് വീരന്മാരായ 50 ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് ജബലുർ റുമാത്തിന്റെ മുകളിൽ അവരെ പോസ്റ്റ് ചെയ്തു. അബ്ദുല്ലാഹ് ഇബ്നു ജുബൈറിനെ അവരുടെ നേതൃസ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശക്തമായ നിർദ്ദേശവും നൽകി. ഞങ്ങൾക്ക് സംഭവിക്കുന്നതായ പ്രയാസങ്ങളിൽ നിന്നും വിശ്വാസികൾക്ക് ഉണ്ടാവുന്നതായ അപകടങ്ങളിൽ നിന്നും ഇതിന്റെ പിന്നിലൂടെ വരുന്ന പ്രയാസങ്ങളെ തടുക്കേണ്ടത് നിങ്ങളാണ്. ഇൻ കാനത് ലനാ ഔ അലൈനാ ഫസ്ബുത് മകാനക് ലാ നുഅ്തിയൻ മിൻ ഖബലിക്. മറ്റു ചില റിപ്പോർട്ടുകളിലൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ റസൂൽ പറയുന്നതായിട്ടാണ് കാണുന്നത്. വിശ്വാസികൾക്ക് അനുകൂലമായിട്ടായിരുന്നാലും പ്രതികൂലമായിട്ടായിരുന്നാലും യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ താഴേക്കിറങ്ങി വരരുത്. ചില വചനങ്ങളിലുള്ളത് യുദ്ധത്തിൽ പരാജയപ്പെട്ട് നാശമടഞ്ഞ് മുസ്ലിമീങ്ങളുടെ കബന്ധങ്ങൾ യുദ്ധക്കളത്തിൽ വീണുകടന്ന് ആ ശരീരങ്ങളെ പക്ഷികൾ തിന്നുന്നത് കണ്ടാൽ പോലും എന്റെ നിർദ്ദേശം ലഭിക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങരുത് എന്നായിരുന്നു അല്ലാഹു റസൂൽ കൊടുത്തിരുന്നത്. യുദ്ധം ആരംഭിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ടതിന്റെ സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാളെടുത്തുകൊണ്ട് റസൂൽ പറയുന്നുണ്ട്, ആരാണ് ഈ വാള് സ്വീകരിക്കാനുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ആ വാൾ സ്വീകരിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആ വാള് ഏറ്റുവാങ്ങുന്നതായിക്കൊണ്ട് പിന്നീട് ഉഹദ് യുദ്ധത്തിൽ ഏറ്റവും നന്നായിട്ട് അദ്ദേഹം പോരാടുന്നതുമായി കൊണ്ടും ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നു. ഇസ്ലാമിന്റെ പതാക എടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറുന്നത് മിസ്അബ് ബിൻ ഉമൈറിനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് എന്ന് ഇസ്ലാമിന്റെ പതാക കയ്യേന്തുവാൻ വഹിക്കുവാൻ ഏറ്റവും യോജിച്ചതായ ആളായിട്ടുള്ളത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞ് മുഹാജിറുടെ പതാകയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബിനെ ആ പതാക കൈമാറുന്നു. യുദ്ധത്തിനുള്ള നീക്കങ്ങളൊക്കെ നടത്തി യുദ്ധങ്ങൾക്ക് ശേഷം വളരെ ശക്തമായിക്കൊണ്ട് യുദ്ധം ആരംഭിക്കുകയാണ്. വിശ്വാസികൾ അള്ളാഹുവിന്റെ സഹായത്താൽ യുദ്ധം ജയിച്ച് മുന്നേറുന്ന ഒരവസ്ഥ. അള്ളാഹുവിന്റെ മാലാഖമാരും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയിരുന്നതായ വാക്ക് കരാറിന്റെ പാലനം എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ മാലാഖമാരും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു. മുസ്ലിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവർ യുദ്ധം ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലായിക്കത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഉഹദ് രണാങ്കണത്തിലെ മലായിക്കത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതായ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് നമുക്ക് കാണാം. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹദിൻ സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉഹദ് രണാങ്കണം നടക്കുന്നതായ ഉഹദ് യുദ്ധം നടക്കുന്നതായ സന്ദർഭത്തിൽ ഞാൻ കണ്ടു. വമഅഹു റജുലാനി യുഖാതിലാനി അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിന്നുകൊണ്ട് വളരെ ശക്തമായി കൊണ്ട് യുദ്ധം ചെയ്യുന്നതായ രണ്ടാളുകൾ. അലൈഹിമാ തിയാബുൻ ബൈളുൻ കഅശദ്ദിൽ ഖിതാൽ, വെളുത്ത നല്ല തൂവെള്ള വസ്ത്രം ധരിച്ചതായ രണ്ടാളുകൾ വളരെ ശക്തമായിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നതായിക്കൊണ്ട് കണ്ടു. മാ റഅയ്തുഹുമാ ഖബൽ വലാ ബഅദ്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആ രണ്ടാൾക്കാരെ നമ്മുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല, യുദ്ധം കഴിഞ്ഞപ്പോഴും അവരെ കാണാനുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ മാലാഖമാർ
അള്ളാഹുവിന്റെ മാലാഖമാർ നേർക്കുനേരെ മുസ്ലിമീങ്ങൾക്കൊപ്പം ഇറങ്ങി വന്നുകൊണ്ട് ശത്രുക്കളെതിരെ ശക്തമായി കൊണ്ട് പോരാടിയ യുദ്ധം കൂടെയായിരുന്നു ഉഹദ് യുദ്ധം എന്നുള്ളതാണ് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് വെള്ള കുതിരപ്പുറത്ത് ആയുധങ്ങളും പടച്ചട്ടയും അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നതായ രണ്ടാളുകളെ ചൂണ്ടി അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, ആ രണ്ടാൾക്കാർ ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? അവർ പറഞ്ഞു, റസൂലെ, ഞങ്ങൾക്കൊരു പരിചയമല്ല, ഞങ്ങൾ ഇന്ന് വരെ പോലെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ജിബ്രീലും മീകായിലുമാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സംരക്ഷിക്കുന്നതിന്, ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുമായി കൊണ്ടിറങ്ങി നമ്മോടൊപ്പം യുദ്ധം ചെയ്യാൻ അണിചേർന്നിരിക്കുകയാണ് ആ മാലാഖമാരെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രംഗം. അതെ, അള്ളാഹുവിന്റെ മാലാഖമാരിറങ്ങുന്നു. ഉഹദ് യുദ്ധം വളരെ ശക്തമായി കൊണ്ട് മുസ്ലിമീങ്ങൾ മുന്നേറുന്നു. ശത്രുക്കള് യുദ്ധക്കളം വിട്ട് നിൽക്കക്കള്ളിയില്ലാതെ ഓടിപ്പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ശത്രുക്കൾ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി. മുസ്ലിമുകൾ യുദ്ധം ജയിച്ചു. യുദ്ധം അവസാനിച്ചു. ആയുധങ്ങളെല്ലാം അവർ താഴെ വെച്ചു. യുദ്ധക്കളത്തിലുണ്ടായിരുന്നതായ ശത്രുക്കൾ വിട്ടേച്ചു പോയതായ ആ യുദ്ധമുതലുകൾ വാരിക്കൂട്ടുവാനായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ ആയുധം താഴെ വെച്ച് അത് വാരിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു. മലമുകളിലുള്ള ജബൽ റുമാത്തിലുണ്ടായിരുന്ന അമ്പെയ്ത്തുകാരും ഈ രംഗം കണ്ടു. സ്വാഭാവികമായിട്ടും ആ സഹാബികൾ ആലോചിച്ചു, നമ്മളവിടെ നിർത്തിയിരിക്കുന്നത് യുദ്ധം നടക്കുമ്പോ അവരെ സംരക്ഷിക്കാനാ. ഇവിടെ യുദ്ധം അവസാനിച്ചു. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ ആവശ്യം ഇവിടെയില്ല. നമ്മളെ നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം. വിശ്വാസികളോടൊപ്പം ആ യുദ്ധമുതലുകൾ ഒരു കൂട്ടുന്നതിന്, വാരിക്കൂട്ടുന്നതിന് നമുക്കും അവരോടൊപ്പം പങ്കുചേരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോകുവാൻ ഒരുങ്ങിയതായ അമ്പെയ്ത്തുകാരോട് അവരുടെ നേതാവായിക്കൊണ്ട് പ്രവാചകൻ നിശ്ചയിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ പോകരുത്, നിങ്ങൾ പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന കിട്ടാതെ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കുള്ളതായ നിർദ്ദേശം. പക്ഷേ 50-ൽ 40 ആളുകളും ആ നേതാവിന്റെ വാക്ക് വിലവെക്കാതെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു, നമ്മുടെ ഡ്യൂട്ടി തീർന്നിരിക്കുന്നു, വിശ്വാസികൾ എല്ലാവരും ആയുധം താഴെ വെച്ചിരിക്കുന്നു, ഇനി നമ്മൾ മാത്രം ഇവിടെ നിൽക്കേണ്ടതില്ല എന്നും പറഞ്ഞ് ആ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോരുന്നതായ രംഗം. അവിടെ യുദ്ധം അതിന്റെ ദിശ മാറുകയാണ്. വിദൂരതയിലേക്ക് ഓടിപ്പോയി നിരാശയോടുകൂടി മുസ്ലിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നതായ ശത്രുക്കൾ, അവരേറ്റവും വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്ന ഖാലിദ് ഇബ്നു വലീദ്, അദ്ദേഹം കൂടെയുള്ളവരായ ആളുകളോട് പറഞ്ഞു, ഇത് നമുക്ക് പറ്റിയ അവസരമാണ്. ആ ജബൽ റുമാത്തിലെ ആളുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ചാളുകൾ മാത്രമാണ് അവിടെ ശേഷിക്കുന്നത്. അതിന്റെ പിന്നിലൂടെ ഞാനൊരു സൈന്യവുമായി കൊണ്ട് ചെന്ന് അവരെ ആക്രമിച്ച് അവരെ ഇല്ലാതാക്കി മുസ്ലിമുകളെ പിന്നിൽ നിന്നും ആക്രമിക്കും. അതേസമയം തന്നെ നിങ്ങൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മുന്നിൽ നിന്നുമുള്ളതായ ആക്രമണവും അഴിച്ചുവിടണം എന്നുള്ള ശക്തമായ യുദ്ധ പ്ലാനുമായി കൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് മുന്നോട്ട് പോവുകയും ആ രീതിയിലുള്ള ആക്രമണം മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായി കൊണ്ട് അഴിച്ചുവിടുകയും ചെയ്തു. പെട്ടെന്നുള്ളതായ ആക്രമണം. മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു. സ്വാഭാവികമായി കൊണ്ട് സംഭവിക്കുന്നത് തന്നെ ആയുധക്കളത്തിലും സംഭവിക്കുകയാണ്. മുസ്ലിങ്ങൾ ചിതറിയോടി. മുസ്ലിങ്ങൾ അവിടെ നിന്നും ഓടിപ്പോകുന്ന അവസ്ഥയുണ്ടായി. ആ യുദ്ധത്തിന്റെ ഗതിമാറ്റത്തെ കുറിച്ച് പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തി, വലഖദ് സദഖകുമുല്ലാഹു വഅദ, അല്ലാഹു നടത്തിയതായ വാഗ്ദാനം അവൻ പാലിച്ചിരുന്നു. വിശ്വാസികളെ സഹായിക്കാമെന്നുള്ള, യുദ്ധത്തിൽ വിശ്വാസികളെ സഹായിക്കാമെന്നുള്ള, വിശ്വാസികൾക്ക് മാലാഖമാരെ ഇറക്കി കൊടുത്തുകൊണ്ട് ശക്തി പകരാമെന്നുള്ള പടച്ചറബിന്റെ വാഗ്ദാനം അള്ളാഹു പാലിച്ചിരുന്നു. ഇത് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ശക്തമായി കൊണ്ടവരെ കൊന്നു വീഴ്ത്തിക്കൊണ്ട്, അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി യുദ്ധം വിജയത്തിലേക്ക് എത്തിക്കുമാറ് നിങ്ങൾ പോരാടിക്കൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വാഗ്ദാനം പാലിക്കുകയായിരുന്നു. എന്നാലോ ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഭിന്നിച്ചു പോയൊരു സന്ദർഭം, നിങ്ങളുടെ നേതാവിന്റെ കൽപ്പന ധിക്കരിച്ചതായ ഒരു സന്ദർഭം,
നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച, നിങ്ങൾ കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതായ സന്തോഷകരമായ ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ മിൻകും മൻ യുരീദു ദുനിയാ മിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. ഭൗതികതയെ ആഗ്രഹിച്ചവരുണ്ടായിരുന്നു, പാരത്രികതയെ ആഗ്രഹിച്ചവരുണ്ടായിരുന്നു, ഈ ലോകത്തെ വിഭവങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിറങ്ങിയവരുണ്ടായിരുന്നു. ഒരു വേള ആ യുദ്ധം വിജയിച്ചു എന്ന് കണ്ടപ്പോ ഭൗതികമായി തനിക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചവരായ ആളുകളുണ്ടായിരുന്നു. എന്നാൽ എന്റെ എല്ലാ പ്രയത്നങ്ങളും പരലോകത്ത് എനിക്ക് നേട്ടം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിച്ചവരായ ആളുകളും ഉണ്ടായിരുന്നു. ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين. തിരിച്ചു കളഞ്ഞു അല്ലാഹു അവരെ നിങ്ങളിൽ നിന്നും. അവിടെ നേതാവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്ന ആ ഒരു കൊച്ചു സംഘം നടത്തിയതായ ധിക്കാരത്തിന്റെ ഫലം മുസ്ലിങ്ങൾ ഒന്നാകെ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് പിന്നീട് കാണുന്നത്. ശത്രുക്കളുടെ ശക്തമായ ആക്രമണത്തിൽ ഛിന്നഭിന്നമായി പോയി. ഏറ്റവും വലിയ പാപമെന്ന് വിശ്വാസികളെ പഠിപ്പിച്ചതായ യുദ്ധക്കളത്തിൽ നിന്നും പിന്മാറുക, പിന്തിരിഞ്ഞോടുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണെന്ന് പഠിപ്പിക്കപ്പെട്ടതായ സമൂഹം പോലും നിൽക്കക്കള്ളിയില്ലാത്ത രീതിയിൽ യുദ്ധക്കളം വിട്ടോടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായി. മുസ്ലിങ്ങളുടെ പതാകവാഹകനായിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ആ കൊടി പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ അപ്പോഴും മുന്നോട്ട് തന്നെ മുസ്ലിം സൈന്യത്തിനെ നേരെ നിർത്തുവാൻ, ഒരു പതാകയ്ക്ക് കീഴിൽ അണിനിരത്തുവാനായിക്കൊണ്ട് അദ്ദേഹം ആ പതാകയുമായിക്കൊണ്ട് മുന്നോട്ട് വരുന്നൊരവസ്ഥയായിരുന്നു കാണുന്നത്. പക്ഷേ അദ്ദേഹം പ്രവാചകന് ചുറ്റും നിന്നിരുന്നതായ സഹാബികൾക്കിടയിൽ ആ പതാക പൊക്കിപ്പിടിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഒരു കൂട്ടം ഇവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയിക്കാനായിക്കൊണ്ട് ശക്തമായി ഒരു കയ്യിൽ പതാകയും മറുകൈയിൽ ആയുധവുമായിക്കൊണ്ട് യുദ്ധക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന രംഗം. ശത്രുക്കള് മുന്നോട്ട് വന്നുകൊണ്ട് ആ പതാക താഴെയിടണം, എങ്കിലേ ഇവർ ഇനിയും ഭിന്നിച്ചു പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പതാക പിടിച്ച അദ്ദേഹത്തിന്റെ വലത് കൈ അവര് വെട്ടിക്കളയുന്ന രംഗം. ഇടത് കൈയിലേക്ക് പതാക മാറ്റിപ്പിടിച്ചതായ അദ്ദേഹത്തിന്റെ ഇടത് കൈയും ശത്രുക്കൾ മുറിച്ചു കളയുന്നു. മുറിഞ്ഞുപോയ കൈയിന്റെ ആ രണ്ട് മുറിക്കഷ്ണങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പതാക തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിലത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ പതാക നിലത്ത് വീഴാതെ സൂക്ഷിച്ചതായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വജാഅൽ മുശ്രികൂന മിൻ ഖൽഫിഹി വഖതലൂഹു, പിന്നീട് പിന്നിൽ നിന്നും അതിശക്തമായി കൊണ്ട് ശത്രുക്കൾ ആക്രമിക്കുകയും അദ്ദേഹത്തിനെ കൊന്നുകളയുകയും അങ്ങനെ അദ്ദേഹം ഭൂമിയിൽ വീഴുപോകുകയും ചെയ്യുന്നതായ സന്ദർഭം അദ്ദേഹം ഇപ്രകാരം ഓതിക്കൊണ്ട് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദ് ഒരു പ്രവാചകൻ, ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ മുൻപും ദൂതന്മാർ കടന്നുപോയിട്ടുണ്ട്, കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നുള്ള സൂറത്ത് ആൽ ഇംറാനിലെ 144-ാമത്തെ വചനം ഓതിക്കൊണ്ട് ഭൂമിയിലേക്ക് അദ്ദേഹം വീഴുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പതാക ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും ആ പതാക വീഴാതെ മുന്നോട്ട് പോകുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നപ്പോ ശത്രുക്കളുടെ പക്ഷത്തു നിന്നുണ്ടായിരുന്ന ഇബ്നു ഖുംഅ എന്ന് പറയുന്ന മുശ്രിക്, അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് നമുക്കറിയാലോ, മക്കയിലെ മക്കയുടെ പരിമളം എന്നറിയപ്പെട്ടിരുന്നതായ ചെറുപ്പക്കാരനായ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കൊന്നപ്പോ ഈ ശത്രു, ആ കൊന്നതായ ആ ശത്രു വിചാരിച്ചു പ്രവാചകനെയാണ് കൊന്നിട്ടുള്ളത്. അദ്ദേഹം വെളുത്ത് തുടുത്ത സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈറും. അപ്പൊ പ്രവാചകനെയാണ് ഞാൻ കൊന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിചാരിച്ചുകൊണ്ട്
അയാൾ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. ഖതൽതു മുഹമ്മദ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ യുദ്ധക്കളത്തിലൂടെ ഓടി. അത് കേട്ട മുശ്രിക്കീങ്ങളായ ആളുകൾ മുഴുവനും ആ ഒരു വിഷയം ഏറ്റുപിടിക്കുകയും അവർ ശക്തമായിക്കൊണ്ട് പ്രവാചകനെ ഞങ്ങൾ കൊന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭം വിശ്വാസികളായി ഒരൽപ്പം യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് പോരാടിയിരുന്നവരായ ആളുകൾ പോലും ആ വാർത്ത കേട്ടപ്പോ ആയുധങ്ങൾ താഴെ വെച്ചു. പലരും യുദ്ധക്കളത്തിൽ വീണ് കിടന്നു കരഞ്ഞു. പലരും യുദ്ധക്കളം വിട്ട് വീണ്ടും പുറത്തേക്ക് ഓടിപ്പോകുന്ന അവസ്ഥ ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിന് യുദ്ധം ചെയ്യണം എന്നുള്ള രീതിയിൽ. അവിടെ ആ സന്ദർഭത്തിലാണ് അനസ് ഇബ്നു നളർ എന്ന് പറയുന്നതായ സഹാബി മുസ്ലിമീങ്ങൾ ഈ രീതിയിൽ യുദ്ധക്കളത്തില് നിസ്സഹായരായിക്കൊണ്ട് കിടക്കുന്നതും ഒരു നേതാവില്ലാത്ത രീതിയിൽ, ഒരു ലക്കുലകാലമില്ലാത്ത രീതിയിൽ യുദ്ധക്കളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നതുമായ കാഴ്ചകളുമൊക്കെ കണ്ടപ്പോ അദ്ദേഹം വിളിച്ചുകൊണ്ട് പറഞ്ഞു, മാദാ തൻതളിറൂൻ, നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? നിങ്ങൾ എന്തിനെയാണ് കാത്തിരിക്കുന്നത്? അവർ പറഞ്ഞു, ഖുത്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പോയില്ലേ, ഇനി എന്തിനാണ് നമ്മൾ പോരാടുന്നത്? അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായി കൊണ്ടവരോട് പറഞ്ഞു, ഇനി അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ സഹാബികളെ, ഖൂമൂ ഫമൂതു അലാ മാ മാത അലൈഹി ഇൻ കാന മുഹമ്മദൻ ഖദ് ഖുതിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇനി അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ നിങ്ങളും മരിക്കൂ. അതിനുവേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വരൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ മരിക്കാതെ ജീവിച്ചിരിക്കുന്നവൻ തന്നെയാണ് എന്ന് നിങ്ങൾ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിശക്തമായിക്കൊണ്ട് ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞു കയറുകയും അല്ലാഹുമ്മ ഇന്നി അഅ്തദു ഇലൈക മിമ്മാ സനഅ ഹൗലാ, ഈ യുദ്ധം ചെയ്യാതെ മനസ്സ് തകർന്നിരിക്കുന്നതായ ഈ മുസ്ലിമീങ്ങളിൽ നിന്നും പടച്ച തമ്പുരാനെ ഞാൻ വ്യതിരക്തനാണ്, ഞാൻ മുക്തനാണ്, ഞാൻ അതിന്റെ എക്സ്ക്യൂസ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശത്രുക്കൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും വളരെ ശക്തമായിക്കൊണ്ട് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്യുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മറ്റൊരുപാട് സഹാബികളും ഈ രീതിയിൽ വളരെ ശക്തമായിക്കൊണ്ട് പോരാടിയതായ രംഗമാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനായിക്കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനായിക്കൊണ്ട് വളരെ ത്യാഗങ്ങൾ സഹിച്ച് തങ്ങളുടെ ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ആ പ്രവാചകനോടൊപ്പം പോരാടിയതായ ഒരുപാട് രക്തസാക്ഷികളെ ഇസ്ലാമിന് സംഭാവന നൽകിയതായ ഒരുപാട് ആളുകൾക്ക് സ്വർഗം നേടുവാൻ അവസരം ലഭിച്ചതായ ഒരു വല്ലാത്ത രംഗമായിരുന്നു ഉഹദിന്റെ രണാങ്കണത്തിൽ പിന്നീട് നടന്നത്. ഒരുപാട് സഹാബാക്രാമയുടെ ചരിത്രം നമ്മൾ അതുമായി കൊണ്ട് ചേർത്ത് വായിക്കാറുണ്ട്. അല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ അറിയുന്നതാണ്. ഉഹദിന്റെ സംഭവമായി കൊണ്ട് ഉഹദ് യുദ്ധത്തെ കുറിച്ച് പറയുമ്പോ, ഉഹദിന്റെ താഴ്വരയെ കുറിച്ച് കേൾക്കുമ്പോ ഉഹദിന് പറയാനുള്ള വളരെ പ്രസിദ്ധമായ സഹാബാക്രാമയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഹല്ലല റളിയല്ലാഹു അൻഹുവും. അല്ലെ, അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാ. കല്യാണം കഴിച്ച ആദ്യ രാത്രിയിലാണ് ഉഹദ് യുദ്ധത്തിന് പോകുവാനുള്ള വിളിയാളം കിട്ടുന്നത്. വിവാഹത്തിന്റെ ആദ്യ രാത്രിയിലാണ്. രാത്രിയിൽ തന്റെ ഭാര്യയോടൊപ്പം ആദ്യ രാത്രിയിലുള്ള മധുരം പങ്കിട്ടുകൊണ്ടിരുന്നതായ സന്ദർഭത്തില് തന്റെ ഭാര്യയോടൊപ്പം രാത്രി കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് യുദ്ധത്തിലുള്ള വിളിയാളം കേട്ടുകൊണ്ട് ഹല്ലല റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകനോടൊപ്പം പ്രവാചകനെ സംരക്ഷിക്കുന്നതിനായി ശക്തമായി കൊണ്ട് പോരാടി മരണം വരിച്ചതായ അദ്ദേഹത്തിനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ജമീല ബിൻത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, മുനാഫിക്കുകളുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മകളാ അദ്ദേഹത്തിന്റെ ഭാര്യ ജമീല.
യുദ്ധക്കളത്തിലേക്ക് വരുന്നു. തന്റെ പ്രിയതമനെ അന്വേഷിച്ചുകൊണ്ട് വരികയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മുഖത്ത് നോക്കുന്നില്ല. എന്ത് മറുപടി പറയണം? ഇന്നലെ കല്യാണം കഴിഞ്ഞ ഈ പെൺകുട്ടിക്ക് ഒരു രാത്രി പോലും തന്റെ ഭർത്താവിനോടൊപ്പം പൂർണ്ണമായി കൊണ്ട് ചെലവഴിക്കാനുള്ള ഭാഗ്യം ലഭിക്കാതെ തന്റെ ഭർത്താവ്, നിന്റെ ഭർത്താവ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് എങ്ങനെ ഈ പെൺകുട്ടിയോട് പറയുമെന്നറിയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രയാസപ്പെട്ടു. പക്ഷെ ആ പെൺകുട്ടി വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഹൻലല അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതിലെനിക്ക് പ്രയാസമില്ല പ്രവാചകരെ. പക്ഷേ എന്റെ ഹൻലല ഇന്നലെ എന്റെ അടുക്കൽ നിന്നും താങ്കളുടെ വിളിയാളം കേട്ടുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ ഞങ്ങൾ ശാരീരികമായി കൊണ്ട് ബന്ധപ്പെട്ടിരുന്നു പ്രവാചകരെ. എന്റെ ഹൻലല ജനാപത്തുകാരനായിക്കൊണ്ട യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ജനാപത്തുകാരനായിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിൽ മരണപ്പെട്ടവരെ മയ്യത്ത് കുളിപ്പിക്കുകയില്ലല്ലോ. എന്റെ ഹൻലല നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോ ജനാപത്തുകാരനായിക്കൊണ്ട് ഹാജരാക്കപ്പെടുമല്ലോ എന്നുള്ള ഭയമാണ് പ്രവാചകരെ എനിക്കുള്ളത്. എന്താണ് പ്രതിവിധി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പസമയം നിശബ്ദനായിട്ടിരുന്നു. പിന്നീട് ആ സഹോദരിയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നി റഅയ്തുൽ മലായികത തഗ്സിലു ഹൻലല, ഇന്നി റഅയ്തുൽ മലായികത തഗ്സിലു ഹൻലല ബിൻ അബി ആമിർ ബൈന അസ്സമാഇ വൽ അർളി ബിമാഇൽ മുസ്ൻ ഫീ സിഹാഫിൽ ഫിദ്ദ. ഇതാ ഞാൻ കാണുന്നു അള്ളാഹുവിന്റെ മാലാഖമാര് ഉഹദിൽ നമ്മളെ സഹായിക്കാൻ വന്ന അള്ളാഹുവിന്റെ മാലാഖമാരുണ്ടല്ലോ, അവരിൽ ഒരു വിഭാഗം അതാ ഒരു വെള്ളിപ്പാത്രത്തിൽ വെള്ളവുമായി കൊണ്ട് ഹൻലലയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷിക്കുക സഹോദരി. സഹാബാക്കളോട് പറഞ്ഞു, സഹാബാക്കളെ പോയി നോക്കുക, ഹൻലലയെ പോയി നോക്കുക. യുദ്ധക്കളത്തില് ഹൻലലയുടെ ബോഡി കിടക്കുന്നിടത്ത് പോയി നോക്കിയതായ സഹാബാക്രാമുകള് മുടിയിൽ നിന്നും വെള്ളമിറ്റ് വീണുകൊണ്ടിരിക്കുന്ന ഹൻലലയുടെ ശരീരമാണ് അവർ യുദ്ധക്കളത്തിൽ കാണുന്നത്. അള്ളാഹുവിന്റെ മാലാഖമാരാൽ കുളിപ്പിക്കപ്പെട്ടതായ ഹൻലല ഗസീലുൽ മലായിക എന്നാണ് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഉഹദ് നൽകിയതായ രക്തസാക്ഷിയായിരുന്നു അത്. അള്ളാഹുവിന്റെ പ്രവാചകനെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തിയ വിഷമിപ്പിച്ചതായ ഹംസ റളിയല്ലാഹുവിന്റെ ദാരുണമായ ആ അന്ത്യമുണ്ടാകുന്നതും ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ തന്നെയാണ് അല്ലെ. മുസ്ലിമീങ്ങളോടുള്ള അരിശം തീരാതെ മരണപ്പെട്ട് കിടക്കുന്നതായ സഹാബാക്രാമുകളെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ചിത്രഭംഗം വരുത്തുകയായിരുന്നു ശത്രുക്കള്. അവരുടെ കബന്ധങ്ങളെ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത്. യുദ്ധം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് രണ്ട് കൂട്ടുകാർ യുദ്ധക്കളത്തിലെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷും സഅദ് ഇബ്നു അബി വഖാസും രണ്ടുപേരും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നതായ സന്ദർഭത്തിൽ ആദ്യമായി സഅദ് ഇബ്നു അബി വഖാസ് പ്രാർത്ഥിച്ചു. فدعا سعد ربه أن يرزقه رجلا شديدا يقتله في سبيل الله ويأخذه غنيمته. ശത്രുക്കളിലെ ഏറ്റവും ശക്തവാനായ ഒരാളെ കൊല്ലുവാനുള്ളതായ ഭാഗ്യം എനിക്ക് ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സമീപത്തുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് അതിന് ആമീൻ പറഞ്ഞു. അബ്ദുല്ലാഹി ജഹ്ഷ് പറഞ്ഞു, സാദേ, ഇനി എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട്, എന്റെ പ്രാർത്ഥനക്ക് നീയും ആമീൻ പറയണം. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇർസുഖ്നി റജുലൻ ശദീദൻ ഹിർദിഹി. ശത്രുക്കളിൽ ഏറ്റവും ശക്തവാനായ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരാളെ കൊല്ലുവാനുള്ള നേരിടാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണേ. ഉഖാതിലുഹു ഫീക വയുഖാതിലുനി. അവനോട് നേരിടുവാനും അവനെന്നോട് എന്നെ ആക്രമിക്കുവാനുമുള്ള ഒരവസരം ഉണ്ടാക്കി തീർക്കണേ തമ്പുരാനെ. അങ്ങനെ പിന്നീട് അവരെന്നെ കൊല്ലുന്ന അവസ്ഥയുണ്ടാവട്ടെ. അവരുടെ കൈകൾ കൊണ്ട് അവരുടെ വാളുകൾ കൊണ്ട് മരണപ്പെടുന്ന
ഷഹീദാവുന്ന ഒരവസ്ഥ എനിക്കുണ്ടാവട്ടെ. അങ്ങനെ അല്ലാഹുവേ, അങ്ങനെ ആ യുദ്ധകളത്തിൽ വെച്ചുകൊണ്ട് എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഓരോന്നായിക്കൊണ്ട് അരിഞ്ഞെടുക്കപ്പെടുന്ന, മുറിച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥ എനിക്ക് നീ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. അദ്ദേഹം പ്രാർത്ഥിക്കുക യുദ്ധകളത്തിൽ. അദ്ദേഹം ആമീൻ പറയുന്നു. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തുടരുകയാണ്, അല്ലാഹുവേ, അങ്ങനെ നാളെ റബ്ബേ നിന്റെ ലോകത്ത്, നിന്റെ പരലോകത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതായ സന്ദർഭത്തിലുണ്ടല്ലോ നാഥ, അവിടെ എന്റെ ഓരോ അവയവങ്ങളെയും, എന്റെ മുറിച്ചു മാറ്റപ്പെട്ട കൈകളും, എന്റെ ചൂഴ്ന്നെടുത്തതായ കണ്ണുകളും, എന്റെ അരിഞ്ഞെടുത്തതായ മൂക്കുകളും, എന്റെ മുറിച്ചു മാറ്റപ്പെട്ട ചെവികളും, എന്റെ ശരീരത്തിന്റെ ഓരോ കഷ്ണങ്ങളും വ്യത്യസ്തങ്ങളായ രീതിയിൽ തന്നെ അങ്ങനെ തന്നെ നീ ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. എന്നിട്ട് റബ്ബേ, നീ എന്നോട് പറയും, എന്താണ് നിനക്ക് സംഭവിച്ചത്? ആരാണ് ഇങ്ങനെ ആയിത്തീർന്നത്? അല്ല അബ്ദുള്ള, നിന്റെ കണ്ണിനെന്ത് പറ്റി? നിന്റെ കണ്ണാരാണ് ചൂഴ്ന്നെടുത്തത്? നിന്റെ മൂക്കാരാണ് മുറിച്ചെടുത്തത്? എന്താണ് നിന്റെ അവയവങ്ങളെല്ലാം ഇങ്ങനെ വേറെ വേറെ ആയിത്തീർന്നത് എന്ന് അവയവങ്ങളോട് ചോദിക്കുമ്പോ ഫഖൂലു റബ്ബേ, എനിക്ക് നിന്നോട് പറയണം, ഫീക വഫീ റസൂലിക്, റബ്ബേ, നിനക്ക് വേണ്ടി, നിന്റെ പ്രവാചകന് വേണ്ടിയാണ് എന്റെ കൈകളും എന്റെ കണ്ണുകളും എന്റെ കാതുകളും എന്റെ മൂക്കും എന്റെ നാവും എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടത്. റബ്ബേ, നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണിന് പകരം, ആ മൂക്കിന് പകരം, ആ നാവിന് പകരം, ആ ചുണ്ടുകൾക്ക് പകരം, ആ കൈകൾക്ക് പകരം, ആ കാലുകൾക്ക് പകരം റബ്ബേ, നിന്റെ സ്വർഗ്ഗത്തിലിടം എനിക്ക് തരണേ എന്ന് എനിക്ക് നിന്നോട് ചോദിക്കണം നാഥാ. സഅദ് റളിയല്ലാഹു അൻഹു ആമീൻ പറയുന്നു. യുദ്ധക്കളത്തില് അതങ്ങനെ തന്നെ സംഭവിച്ചതായിക്കൊണ്ട് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞതായ സന്ദർഭങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സഹാബ ക്രാമുകളുടെ, പ്രത്യേകിച്ച് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ ഒക്കെ ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ചെടുത്തുകൊണ്ട് അവര് ഒരു ഈത്തപ്പനയിൽ കോർത്ത് അതൊരു മാലയാക്കി മാറ്റിക്കൊണ്ട് അത് ഈത്തപ്പന മരത്തിൽ കൊണ്ടുപോയി തൂക്കിയിടുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. വെറും 41 വയസ്സ് മാത്രം പ്രായമായിരുന്ന, വളരെ ചെറുപ്പക്കാരനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് അദ്ദേഹത്തിന്റെ ശരീരത്തിനെ മറമാടാൻ വേണ്ടി പ്രത്യേകം കിട്ടാതെ പല അവയവങ്ങളും പല സ്ഥലങ്ങളിലായതുകൊണ്ട് അതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ, ഒരു കൊട്ടയിൽ പെറുക്കി കൂട്ടി അദ്ദേഹത്തിന്റെ ശരീരം മുറിച്ചു മാറ്റപ്പെട്ട് മണലുമായി കൊണ്ട് പൊതിഞ്ഞു കിടന്നിരുന്ന ആ നടുവിൽ തന്നെ, അവിടെ തന്നെ അത് ഖബറടക്കാനാണ് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ആവശ്യപ്പെടുന്നത് എന്ന് കാണുവാൻ സാധിക്കും. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോ സഅദ് നബി വഖാസ് ബാക്കിയായിരുന്നു. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, കാനത്ത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഖൈറൻ മിൻ ദഅവതി, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ പ്രാർത്ഥന അതെന്റെ പ്രാർത്ഥനക്കാളൊക്കെ എത്രയോ മഹത്തായ ഒരു പ്രാർത്ഥനയായിരുന്നു. ലഖദ് റഅയ്തുഹു ആഖിറുൻ നഹാരി അൻഫുഹു വഉദ്നുഹു വഅയ്നുഹു ലമുഅല്ലഖത്തുൻ ഫീ ഖൈത്തിൻ. ഇമാം ഹക്കീം റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണുന്നു, അദ്ദേഹം പറയാ, ആ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണും മൂക്കും ചെവിയും ഒക്കെ അടക്കമുള്ള അവയവങ്ങള് അത് ഒരു മാലയായി കോർത്ത് തൂക്കിയിട്ടത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അങ്ങനെ തന്നെ അല്ലാഹു സ്വീകരിച്ചു എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ഉഹുദിന്റെ രണാങ്കണം 70ഓളം മുസ്ലിമീങ്ങൾക്ക് രക്തസാക്ഷിത്വം നൽകിയതായ യുദ്ധമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും പിന്നീട് ആ പ്രയാസകരമായ അവസ്ഥയിൽ നിന്നും ഉഹുദ് മലയുടെ മുകളിലേക്കാണ് കയറിപ്പോകുന്നത്. ഉഹുദ് മലയാണ് അവർക്ക് അഭയം നൽകുന്നത്. ഉഹുദ് മലക്ക് മേലെയാണ് ശത്രുക്കളിൽ നിന്നും പിന്നീട് അവര് മാറി നിൽക്കുന്നത്. ആ ശത്രുക്കള് ഉഹുദ് മലയുടെ മുകളിൽ കയറിയും അവരെ നശിപ്പിക്കാനായി കൊണ്ട് ഇറങ്ങി വരുന്നതായ സന്ദർഭത്തിൽ
ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ളതായ സൈന്യം അവരെ തടഞ്ഞു നിർത്തുകയും പ്രവാചകനും അനുയായികളും ആ ഉഹദിന്റെ മുകളിൽ തന്നെ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നതായ ഒരവസ്ഥയാണ് കാണുന്നത്. ആ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും കൂട്ടി നമസ്കാരം നിർവഹിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഉഹദ് മലയുടെ മുകളിൽ വെച്ചുകൊണ്ടാണ് ളുഹൂറും അസ്റും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത്. വളരെ ക്ഷീണിച്ച് യുദ്ധത്തിൽ പരിക്കേറ്റ് പ്രയാസപ്പെട്ടിരുന്നതായ സഹാബികൾ പലരും നിൽക്കാൻ പോലും കഴിയാതെ ഇരുന്നു കൊണ്ടായിരുന്നു പ്രവാചകനോടൊപ്പം ആ നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്നും കാണുവാൻ സാധിക്കും. ആ ഉഹദ് യുദ്ധം അവസാനിക്കുമ്പോൾ അത് നമുക്ക് പറഞ്ഞു തരുന്നതായ ഒരുപാട് പാഠങ്ങളുണ്ട്. ഉഹദിലെ ശൂറകളുടെ എടുത്തതായ തീരുമാനത്തിൽ മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തങ്ങളുടെ ശൂറയിലെ തീരുമാനത്തിന് ചോദ്യം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ഞാൻ പറഞ്ഞ തീരുമാനമായിരുന്നു നല്ലതെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് മദീനക്ക് പുറത്തു പോകേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ മലമുകളിൽ നിന്നും ഇറങ്ങിപ്പോന്ന ധിക്കാരം പ്രവർത്തിച്ചതായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിച്ചതായ ആ അമ്പെയ്ത്തുകാരാണ് യുദ്ധത്തിന് കാരണക്കാരെന്ന് ഒരിക്കലും ഒരു യുദ്ധ കുറ്റവാളികൾക്കുള്ള വിചാരണ കോടതി സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ വിചാരണ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. യുദ്ധത്തിൽ സംഭവിച്ചതായ സകലതും അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നും അത് അള്ളാഹുവിൽ നിന്നും വിശ്വാസികൾ ലഭിക്കേണ്ടത് തന്നെയാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് വിശ്വാസികൾക്കുള്ള ഒരു പാഠമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തു. ഹാദാ ബയാനുൽ ലിന്നാസി വഹുദൻ വമൗഇലതൻ ലിൽമുത്തഖീൻ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് മികച്ചു നിൽക്കേണ്ടവർ. വയംസസ്കും ഖർഹുൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഹുൻ മിത്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രയാസം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾ ഇതിലും വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് ഈ ലോകത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ വിശ്വാസി സമൂഹത്തിന് ഈ ആദർശം കയ്യിലേന്തിക്കൊണ്ട് ജീവിക്കുന്നവരായ സമൂഹത്തിനും ആളുകൾക്കും എല്ലാ കാലഘട്ടങ്ങളിലും ഈ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഈ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കാലഘട്ടങ്ങൾക്ക് മേലെ പടച്ചതമ്പുരാൻ കറക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഒരു ചര്യയായിരിക്കും അത്. വലിയഅലമല്ലാഹു അല്ലദീന ആമനൂ വയത്തഖിദ മിൻകും ശുഹദാ വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് ഈ ആദർശത്തോടൊപ്പം ഇസ്ലാമിനോടൊപ്പം ഈ ആശയത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നവർ ആരൊക്കെയെന്ന് പരീക്ഷിച്ചറിയാൻ നിങ്ങൾക്ക് അങ്ങനെ കുറെ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും രക്തസാക്ഷികളായിക്കൊണ്ട് ഇതിന് സാക്ഷികളായിട്ടുള്ള ആളുകൾ ആരെന്ന് തിരിച്ചറിയാനും ഈ പരീക്ഷണങ്ങളെ എല്ലാ കാലത്തും അല്ലാഹു തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. അതൊരു പരീക്ഷണമായിക്കൊണ്ട് അതൊരു അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമായിക്കൊണ്ട് മാത്രം കണ്ടുകൊണ്ട് അതിനെ നേരിട്ടൊരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ സഹാബികളെ ചോദ്യം ചെയ്യാത്ത അവരോട് ഒരു നോട്ടം കൊണ്ട് പോലും എന്റെ പ്രിയപ്പെട്ട ഹംസാ ബിൻ അബ്ദുൽ മുത്തലിബിനെ നഷ്ടപ്പെട്ടതിൽ ദിവസങ്ങളോളം കരഞ്ഞുകൊണ്ടിരുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ആ നഷ്ടത്തിന് കാരണക്കാര് എന്റെ കൂടെയുള്ള ഈ വിഭാഗമാണ് എന്നവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പിന്നീട് പടച്ചോൻ അല്ലാഹു പറഞ്ഞത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതായ കാരുണ്യം കൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾക്ക് അവരോട് മാന്യമായി കാരുണ്യത്തോടുകൂടി പെരുമാറാൻ സാധിച്ചത്. വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. താങ്കളെങ്ങാനും ഒരു കഠിന സ്വഭാവിയും പരുഷ പ്രകൃതനുമായിരുന്നെങ്കിൽ ആ സഹാബികൾ എന്നോ താങ്കളുടെ ചുറ്റുവട്ടത്തു നിന്നും ഓടിപ്പോയേനെ എന്ന് ആ പ്രവാചകന് സർട്ടിഫിക്കറ്റ് കൊടുത്തു പടച്ചതമ്പുരാൻ. യുദ്ധത്തിനു ശേഷമാ ഒരു നേതാവിന്റെ ഗുണമായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഉഹുദിന്റെ താഴ്വാരം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ഇസ്ലാമിന്റെ ആ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ നിന്നും നേരിടുന്ന പ്രയാസങ്ങളെ കൂട്ടമായിക്കൊണ്ട് ഏറ്റെടുക്കുവാനും ഒരു സംഘമായിക്കൊണ്ട് അതിനെ ഏറ്റെടുക്കുവാനും ആ സംഘബലത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകുവാനുമുള്ളതായ ആ ഒരു പ്രാപ്തി നമുക്കുണ്ടാക്കി
തീർക്കണം. ആ ഒരു ആർജവമുള്ളവരായി നമ്മൾ മാറണം. അതാണ് ഉഹുദ് നമുക്ക് നൽകുന്ന പാഠം. അതാണ് ഉഹുദിന്റെ താഴ്വാരം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവോടുകൂടി അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക. അള്ളാഹു അവന്റെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ ശക്തമായി കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ മേഖലയിൽ നേരിടുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ അള്ളാഹു നമുക്ക് ശക്തി നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.